ഈ ചടങ്ങ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പപ്പേട്ടൻ എന്ന് മാത്രമേ വിളിച്ച് ശീലിച്ചിട്ടുള്ളൂ. CK പത്മനാഭൻ എന്ന് നാവിന് വഴങ്ങാറില്ല. മുഖ്യ പ്രഭാഷണം നടത്തിയ ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യ സഹോദരി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നമ്മോടൊപ്പമുള്ള മറ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രിയങ്കരായ കാര്യകർത്ത സഹോദരങ്ങൾ ശ്രീ നാഗേഷ്, ശ്രീ അനീഷ് ജി, ഗോപകുമാർജി, നമ്മുടെ ജില്ലയിലെ ജനറൽ സെക്രട്ടറി ഹരി, ശ്രീ സേവൻ ഭാരത്, പ്രിയപ്പെട്ട കൃഷ്ണൻ, സേതുജി, രവികുമാർ ഒപ്പത്ത്. ഞാൻ രവിയെന്നാണ് വിളിക്കാറ്, എന്നെക്കാളും ഒരു വയസ്സ് ആളുകളാണ്. ബാബുജി, സുജയ് സേനി, പിന്നെ നമ്മുടെ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്ന ബിജോയ്ജി. സദസ്സിൽ ഒരുപാട് പേര് എനിക്ക് പേരെടുത്ത് വിളിക്കാനുള്ള ആളുകൾ ധാരാളം പേരുണ്ട്. പല മുഖങ്ങളെയും പലപ്പോഴായി കണ്ടിട്ടുണ്ട്. പരിചയമില്ലാത്ത മുഖങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഏതായാലും എല്ലാവർക്കും, സദസ്സിലുള്ള എൻ്റെ എല്ലാ ബഹുമാന്യ സഹോദരങ്ങളും, വിവിധ പ്രസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്ന കാര്യകർത്താക്കൾ, വിവിധ മോർച്ചകളുടെ ചുമതല വഹിക്കുന്ന ആളുകൾ, കോർപ്പറേഷൻ കൗൺസിലർമാർ, നമ്മുടെ എല്ലാം ഏറ്റവും ബഹുമാന്യരായ CP സുബ്രഹ്മണ്യനെ പോലുള്ള ആളുകൾ, വേണാട് വാസുവിനെ പോലുള്ള ആളുകൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. ഒരുപാട് നിങ്ങളോട് സംസാരിക്കണം എന്നെനിക്കുണ്ട്. പക്ഷേ സമയം ഒരു പരിമിതിയാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ, ഇത് നമ്മുടെ ഒരു കുടുംബ കാര്യമായതുകൊണ്ട് ശോഭാജി പറഞ്ഞതുപോലെ വലിയ വലിയ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകാതെ നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന, നമ്മുടെ ചിന്തകൾക്ക് തെളിമയേകുന്ന, നമ്മുടെ വീക്ഷണങ്ങളെ ഉറപ്പിക്കാൻ കഴിയുന്ന ചില അനുഭവങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാലത്ത് ഇടത് സ്വഭാവമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ച് വന്നിരുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അറിയാം ആ കാര്യം. പിന്നീടാണ് സംഘപ്രസ്ഥാനങ്ങളിലേക്ക്, ദേശീയ ആദർശം നെഞ്ചേറ്റി സംഘപ്രസ്ഥാനത്തിൻ്റെ ഒരു കാര്യകർത്താവ് എന്ന നിലയിലേക്ക് മാറിയത്. തുടക്കകാലത്ത് ഏറെ ആരാധനയോടെ ഞാൻ നോക്കിക്കണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ എല്ലാം പപ്പേട്ട. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടത് കൂത്തുപറമ്പിൽ മാറോടി എന്ന് പറയുന്ന ഒരു പ്രസംഗ സ്ഥലമുണ്ട്. അവിടെ അന്ന് പപ്പേട്ടൻ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്നാണ് എൻ്റെ ഓർമ്മ. പപ്പേട്ടൻ്റെ പ്രസംഗം ഏറെ ഹരം പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം, സ്വാഭാവികമായി മാന്യ പരമേശ്വർജി, മാരാർജി, പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ, അങ്ങനെ അനേകമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളുകൾ, പ്രചാരക സമൂഹം, മുഴുവൻ സമയ പ്രവർത്തനത്തിലൂടെ പാർട്ടി പതാക ഉയരെ പറത്തിയ അനേകം കർമ്മധീരരായ ത്യാഗികളായ നമ്മുടെ കാര്യകർത്ത സഹോദരങ്ങൾ, ഇവരൊക്കെയാണ് ദേശീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനുള്ള പ്രേരണയായി മാറിയത്. എന്നാൽ അതേ സമയത്ത് മറുഭാഗത്ത് ഈ പോക്കത്ര ശരിയല്ലല്ലോ, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരുന്നു. അതാണല്ലോ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക
അങ്ങനെയുള്ള ആളുകളുടെ ഏതോ നേരത്ത് അവർക്ക് തോന്നിയ ഒരു ദുർബുദ്ധി എന്നാണ് ഞാൻ പറയുക. ഈ തരത്തിൽ ഒരാക്രമണം എന്റെ നേരെ നടത്താനിടയായി ദുർബുദ്ധി കാരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ദുർബുദ്ധിയാണ് നമുക്ക് പലതും നഷ്ടമാക്കിയത്. പപ്പട്ടൻ സൂചിപ്പിച്ചു, ഞാൻ ഈ കണ്ണൂരിൽ MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ക്ഷണം രാഷ്ട്രപതിയിൽ നിന്ന് പിന്നീട് ലോക്സഭാ സെക്രട്ടറിയേറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ ജൂലൈ മാസം 21-ാം തീയതിയാണ് സഭ ആരംഭിക്കുന്നതും അന്നാണ് സത്യപ്രതിജ്ഞയും എന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വണങ്ങാൻ പോയത് സ്വർഗീയ മാരാർജിയുടെ സ്മൃതി കുടീരത്തിലേക്ക് കണ്ണൂരിൽ. അന്ന് ചെറിയൊരു മഴയുണ്ടായിരുന്നു, ചാറ്റൽ മഴയുണ്ടായിരുന്നു. മാരാർജി സ്മൃതി മന്ദിരത്തിന്റെ അടുത്ത് വരെ വണ്ടിയിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ കണ്ടു അവിടെ പപ്പട്ടൻ കുറേ നേരത്തെ തന്നെ അവിടെ വന്ന് കാത്തിരിക്കുന്നു. ഓടി വന്ന് പപ്പട്ടനെ ചേർത്ത് പിടിച്ചു, എന്റെ കൈ മുറുകെ പിടിച്ചു. പിന്നീട് ആ കൈ പപ്പട്ടൻ വിട്ടത് പുഷ്പാർച്ചന കഴിഞ്ഞ് തിരിച്ച് കാറിൽ വന്നപ്പോഴാണ്, കാറിന്റെ അടുത്തേക്ക് വന്നപ്പോൾ. അതുവരെ എന്റെ കൈ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാരാർജി മന്ദിരമായ നമ്മുടെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഓഫീസിലേക്ക് അവിടെ കാറിൽ ചെന്നിറങ്ങിയപ്പോഴും ആദ്യം വന്ന കൈ പിടുത്തം പപ്പേട്ടന്റെയാണ്. പപ്പേട്ടന്റെ കൈ പിടിച്ചാണ് ഞാൻ ആ മാരാർജി മന്ദിരത്തിന്റെ പടവുകൾ കയറി. അന്ന് അവിടെ കൂടിയ ഇത്രയും തന്നെ വരുന്ന പാർട്ടി കാര്യകർത്താക്കളോട് കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴും ഈ വാർത്ത വന്നതിന് ശേഷം വന്ന മാധ്യമ പ്രവർത്തകരോടും ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് പപ്പട്ടൻ നേരത്തെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അവർ ചോദിച്ചത്, ആദ്യം മാഷെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് ദേശവ്യാപകമായ ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? ഞാൻ അവരോട് പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല, നോ നെവർ. അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് ദേശീയ തലത്തിൽ ചർച്ചയുണ്ടാക്കാൻ കേരളത്തിൽ നിന്നൊരു സദാനന്ദ മാഷെ തപ്പിയെടുത്ത് കൊണ്ടുപോയി രാജ്യസഭാംഗമാക്കേണ്ട കാര്യമൊന്നുമില്ല. അക്രമ രാഷ്ട്രീയം നമ്മുടെ അജണ്ടയിലുള്ള വിഷയമേ അല്ല, നാം പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതൊരു ശൈലിയായി സ്വീകരിച്ചിട്ടുമില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആദർശം, ആശയം പ്രചരിപ്പിക്കുക എന്ന ദൗത്യത്തിൽ ആയുധത്തിന് സ്ഥാനമില്ല. പക്ഷെ നമുക്കത് നേരിടേണ്ടി വന്നു, അപ്രതീക്ഷിതമായി. സംഘത്തിന്റെ ശാഖയിലേക്ക് പോകുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അധിക്ഷേപിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതിലൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ വീട്ടുകാരെ ബ്ലാക്ക്മെയിലിങ്ങിന് വിധേയമാക്കുക, സഹോദരിമാരുടെ വിവാഹം മുടക്കുക, വീട്ടിലെ ചടങ്ങുകൾക്ക് വരാതിരിക്കുക, വരുന്ന ആളുകളെ തടസ്സപ്പെടുത്തുക, സാമൂഹ്യമായ ഭ്രഷ്ട് കൽപ്പിക്കുക, ഈ രീതിയിലുള്ള അപരിഷ്കൃതമായ കാടത്തം നിറഞ്ഞ സമീപനം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമീപനത്തിൽ ഇരകളായി കഴിയേണ്ടി വന്ന നൂറുകണക്കിന് ആളുകൾ കേരളത്തിലെമ്പാടും, കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് കാണാനുണ്ട്. ഒരുപാട് ബലിദാനികളുടെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയുള്ള അമ്മമാരുടെ ദുഃഖവും ദുരിതങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ മനസ്സറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ ചില വേദികളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. ചാവശ്ശേരി ഉത്തമേട്ടൻ എന്നൊരു സംഘകാര്യകർത്താവ് ഉണ്ടായിരുന്നു, ബസ് ഡ്രൈവർ. അദ്ദേഹത്തെ ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ ബസ് തടഞ്ഞു നിർത്തി, വിജനമായ സ്ഥലത്ത് ബസ് എത്തിയപ്പോൾ ബസ് തടഞ്ഞു നിർത്തി കൊല ചെയ്തു. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ വീട് പിണറായിയിലാണ്. ഉത്തമേട്ടൻ കൊല്ലപ്പെടുന്ന സമയത്ത് 4 വയസ്സോ മറ്റോ പ്രായം ഉണ്ടായിരുന്നൊരു മകളുണ്ട്, രമിത്ത് എന്നാണ് പേര്.
ഈ 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ രമിത്തിനെ വെട്ടിക്കൊന്നു. ഉത്തമേട്ടനെ കൊന്നു, ഉത്തമേട്ടന്റെ മകൻ രമിത്തിനെ കൊന്നു. ഞാൻ ആ കൊലപാതകത്തെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആ അമ്മയുടെ ഒരു വേദനയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. രമിത്ത് കൊല്ലപ്പെട്ടതിന് ശേഷം രമിത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ആ അമ്മ പറഞ്ഞ വേദനാജനകമായ ഒരു സംഭവം ഞാൻ ഈ പറയുന്നത്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം ഇത് വേണ്ട, നമ്മൾ മാത്രമാണ് കേട്ടത്.